എൻ്റെ പേര് ലക്ഷ്മി. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഞങ്ങളിപ്പോൾ മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഒരു 3-4 മാസത്തെ കാത്തിരിപ്പാണ് കേട്ടോ. ഞങ്ങൾ കുറേ പ്ലാനൊക്കെ ചെയ്തിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വന്നിട്ട് നേരെ റെഡിയായിട്ട് പോവാണ്. അപ്പോൾ നമ്മൾ ഷെഫീൽഡ് വരെ കാറിനാണ് പോകുന്നത്. ഷെഫീൽഡ് വരെ ബസ്സിനാണ് നമ്മൾ പോകുന്നത്. അവിടുന്ന് കാറിന് മാഞ്ചസ്റ്റർ എയർപോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഞാൻ ഇൻട്രോ എടുക്കാൻ ഇച്ചിരി വൈകിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് എടുക്കാം എന്ന് വിചാരിച്ചത്. ലോക്ക് ചെയ്തേക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ഓൾറെഡി പോയി. അപ്പോൾ ഞാൻ ഓർത്തായിരുന്നു ഒരു ചോക്ലേറ്റ് മേടിക്കണം എന്ന് ഓർത്തായിരുന്നു. അത് മറന്നു പോയതുകൊണ്ട് ഞാൻ ഷോപ്പിലോട്ട് ഓടി കയറുവാണ് ചോക്ലേറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനവിടെ തിരക്കായതുകൊണ്ട് ഞാൻ തന്നെ ഒരു ചോക്ലേറ്റ് ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്. ഞാൻ തന്നെ പേ ചെയ്യേണ്ടി വരും തോന്നുന്നു. ഇപ്പം നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ് കയറിയിട്ട് ഇപ്പം നമ്മൾ ബാൻസിലെ അടുത്തുള്ളൊരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂം മാറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഓൾറെഡി വീഡിയോ ഇടണം എന്ന് വിചാരിച്ചു, പക്ഷേ ഇതുവരെ ഇട്ടിട്ടില്ല. ബിക്കോസ് നമുക്ക് കിട്ടാനിരുന്ന റൂം ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പം അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് നമ്മളിപ്പം അതിൻ്റെ വീഡിയോ ഇടാത്തത്. എന്താണെങ്കിലും ഇനി ഇവിടുന്ന് ബസ്സിന് വേണം ഷെഫീൽഡിലേക്ക് പോകാൻ. ഷെഫീൽഡിൽ നിന്നാണ് നമ്മൾ കാറ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇപ്പോൾ ഓൾറെഡി എനിക്കിപ്പം വരുന്ന എൻക്വയറീസിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, പിക്കപ്പ് എടുക്കുന്ന എന്താണ് അഫോർഡബിൾ ആയിട്ട് വരുന്നത് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ബസ് തന്നെയാണ് ഏറ്റവും അഫോർഡബിൾ, അല്ലെങ്കിൽ ട്രെയിൻ. അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി, ഷെഫീൽഡിൽ വന്നു, ബസ് ഇറങ്ങി. ഇനി എനിക്കൊരു ഫ്ലവർ മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഓൾറെഡി ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് എടുത്തപ്പോഴത്തേക്കും ബസ് വന്നതുകൊണ്ടാണ് ഞാൻ ഓടി അവിടുന്ന് വീഡിയോ കട്ടായി പോയത്. ഞാൻ കുറച്ച് കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ശരിക്കും ബസ് വന്നു, വന്ന് കയറുക ചെയ്തത്. ഇപ്പം നമുക്ക് ഫ്ലവർ ഇവിടെ പിന്നെ നമ്മൾ കാർ വിളിച്ചിട്ടുണ്ടായിരുന്നു. പയ്യൻ ഇതുവരെ എത്തിയിട്ടില്ല. അവനൊരു 8:40 ആകുമ്പോഴത്തേക്കും, ഇപ്പോൾ ഏറെക്കുറെ 8:35 ആയിട്ടുണ്ട്. 8:40 ആകുമ്പം വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ടെസ്കോ എക്സ്പ്രസ്സിൽ കയറിയിട്ട് ഫ്ലവർ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ചോക്ലേറ്റ് മാത്രം ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് എടുത്തു. അവിടെ ഫ്ലവർ ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടോ? ഫ്ലവർ ഉണ്ടോ? ഓക്കെ, ഫ്ലവർ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മേടിക്കുന്നുണ്ടോ? വെള്ളമോ? ഷോപ്പിൽ കയറുമ്പോൾ സ്ഥിരമുള്ളതാണല്ലോ ഒരു കൺഫ്യൂഷൻ. അത് ഇത്തവണയും വന്നു. മറ്റൊന്നുമല്ല, വൈറ്റ് എടുക്കണോ റെഡ് എടുക്കണോ? ഞാൻ പറഞ്ഞു റെഡ് മതിയെന്ന്, സുജി പറഞ്ഞു വൈറ്റ് മതിയെന്ന്. പിന്നെ ഒട്ടും മടിച്ചില്ല, റെഡ് തന്നെ എടുത്തു. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഇത്. അങ്ങനെ റെഡും എടുത്ത് ഞങ്ങൾ വെളിയിൽ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പക്ഷേ വണ്ടി വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് കോള് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സുജിത്തിന് ദേഷ്യം വന്നു. അതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ തലതിരിക്കൽ. പെർഫെക്റ്റ്. ഇതൊരു സർവ്വസാധാരണമായ ആചാരമായതുകൊണ്ട് ഇവിടെ ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ പോയി. പക്ഷേ വഴിയിലൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. കാരണം ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞ് പോയതുകൊണ്ട് തന്നെ ഭയങ്കര ടയേർഡായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയി. അവിടെ ചെന്നതിന് ശേഷമാണ് ഞാൻ വീണ്ടും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ടെർമിനലിലേക്ക് പോവാണ്. ടെർമിനൽ 1 നമുക്ക് പോവേണ്ടിയിരുന്നത്. സോ അങ്ങനെ നമ്മൾ നേരെ ടെർമിനൽ 1 പോയി. അപ്പോൾ ഇനി ഈ ചാടിത്തുള്ളിയുള്ള പോക്ക് അതെന്തിനാണെന്നാണ് പറയേണ്ടത് അല്ലേ? മറ്റൊന്നിനുമല്ല. എൻ്റെ ജൂനിയറും ബെസ്റ്റ് ഫ്രണ്ടുമായിട്ടുള്ള അമ്പിളിയെ കൂട്ടിക്കൊണ്ട് വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, നമ്മളെപ്പോഴും എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് പോകുമ്പോഴെപ്പോഴും കുറച്ച് താമസിച്ച് പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം എന്താണെങ്കിലും അവർ ചെക്കൗട്ട് ചെയ്ത് വരാൻ കുറച്ച് സമയം എടുക്കും. അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങളും പോയത്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, മാഞ്ചസ്റ്റർ എയർപോർട്ട് പൊതുവെയുള്ള എയർപോർട്ടിനേക്കാളും കുറച്ച് തിരക്ക് കുറവുള്ള എയർപോർട്ടാണ്. അതുകൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്തു. പ്ലസ് ഞങ്ങൾ ഓൾറെഡി ഷെഫീൽഡിൽ നിന്ന് പോകാനും കുറച്ച് വൈകിയതുകൊണ്ട് അവൾ ഓൾറെഡി അവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് നല്ലൊരു കാര്യമാണ്. നമ്മൾ അവിടെ പോയി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും അവർ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വെയിറ്റിംഗ് ചാർജ് പോലെയുള്ള പല എക്സ്പെൻസുകളും നമുക്കവിടെ കുറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിനി അവളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. വേണമെങ്കിൽ ഒരു കോൾ വിളിച്ച് അവളോട് വരാൻ പറഞ്ഞാൽ മതി. പക്ഷേ ഞങ്ങൾ അവിടെയും ഒരു സർപ്രൈസ് ഞാൻ പ്ലാൻ ചെയ്തു. പക്ഷെ നടന്നില്ല. കാരണം എന്താ, അവൾ ഞങ്ങളെ ദൂരെ നിന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. അവൾ ഞങ്ങൾക്ക് വേണ്ടി അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സർപ്രൈസ് പൊളിഞ്ഞുപോയി. അങ്ങനെ എൻ്റെ വരവും കണ്ട് അവൾ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അവിടെ അടുത്തുള്ള കുറച്ച് മലയാളീസൊക്കെ ഇവരെന്തായി കാണിക്കുന്നതെന്നാണ് കേട്ടോ ഈ നോക്കി നിൽക്കുന്നത്.
ഞാൻ ശരിക്കും അവളെ കണ്ടപ്പോൾ അങ്ങ് എക്സൈറ്റഡ് ആയി. അങ്ങനെ ചെറിയൊരു കെട്ടിപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് അവളെയും കൂട്ടി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.